ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ നാളെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ വളരെ വൈകിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഫോർമലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ കേട്ടോ ഞാൻ ഇതിലും സംസാരിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ വെച്ച് കേട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ ലൈഫിൽ, ഞാൻ എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത്, ആ ഒരു ലെവലിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് ബോറടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ കേട്ടോ അതിലൊക്കെ. അപ്പോൾ എന്തായാലും കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ കാലമായി. എന്താ വെച്ചാൽ, ഒന്നാമത് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ വരെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. നാട്ടിൽ പോയി വന്ന ശേഷം പിന്നെ കുറച്ച് വീട് ഷിഫ്റ്റിങ് കാര്യങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ടൊരു ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രഷറും കാര്യങ്ങളും കാരണം കുറേ നാളായി ഞാൻ ജോലിക്കൊക്കെ പോയിട്ട്, കുറേ വർഷങ്ങളായി സത്യം പറഞ്ഞ് ഞാൻ ജോലിക്ക് പോയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പെട്ടെന്നൊക്കെ ഒരു ജോലിക്ക് പോവുക, അപ്പോൾ അതുമായിട്ട് റുട്ടീനായിട്ട് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുക. പിന്നെ അതും അക്കൗണ്ട്സ് ഫീൽഡാണ്. ഞാൻ പഠിച്ച അക്കൗണ്ട്സ് ഫീൽഡാണെങ്കിലും ബികോമാണ് ഞാൻ പഠിച്ചെങ്കിലും ഇതുവരെ ഞാൻ ബികോമിൽ പോയിട്ടില്ല കേട്ടോ. ബികോമിൽ ഞാൻ മാത്രമല്ല ആ ഒരു ഫീൽഡ് ഞാൻ ജോലി ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഒരു സിയുടെ ഓഫീസിലാണ് നമ്മൾ പോകുന്നത്. ജോലി എന്ന് വെച്ചാൽ നമ്മളത് അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട്, അതാണ് മെയിൻ കാര്യം. അല്ലാണ്ട് അങ്ങനെ വലിയ ശമ്പളത്തോടുള്ള ഒരു ജോലി അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടിയപ്പോൾ അജോട്ടൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് വിട്ട് കളയണ്ട, എന്തായാലും നീ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതായി. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ പോയി തുടങ്ങിയപ്പോഴേക്കും കുറേ ഹെൽത്ത് ഇഷ്യൂസ്, പൊതുവേ മൊബൈലിൻ്റെ കാരണം കൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കണ്ണിന് കുറേ ഇൻഫെക്ഷൻസ്, ഡസ്റ്റ് ഇൻഫെക്ഷനൊക്കെ കണ്ണിൽ വരെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജോലിയുടെ കാര്യം ഇതായത്. അപ്പോൾ കണ്ടിന്യൂസ്ലി അവിടെ നമുക്ക് 8 hours നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓരോ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്നുള്ളത് 8 hours നമ്മൾ ചെയ്ത വർക്കുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ ഇച്ചിരി ലേറ്റായി, കുറച്ച് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ടൈം മിസ്സായി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. അപ്പം നമുക്ക് ആ 8 hours കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി സിസ്റ്റത്തിൻ്റെ ഫ്രണ്ട് ഇരുന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലേറ്റ് ആവും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലേറ്റ് ആവും തിരിച്ചിറങ്ങാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ പോയ ഉടനെ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെക്കാട്ടും വളരെ വളരെ ജൂനിയർ ആയിട്ടുള്ള പിള്ളേരാണ്. പക്ഷെങ്കിൽ അവരുടെ പെരുമാറ്റം വളരെ സീനിയേഴ്സിനെക്കാട്ടുള്ള ഒരുമാതിരി റാഗിങ് ടൈപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ലതല്ലാത്തൊരു ഇംപ്രഷൻ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവിടെ പോകാൻ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം രാവിലെ ആയിട്ട് ഓഫീസിൽ പോകേണ്ട സമയം എടുക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വെപ്രാളം നെഞ്ചിനകത്ത്. അയ്യോ എന്താണ് ഇന്നത്തെ അവസ്ഥ, ഇന്ന് എന്തായിരിക്കും പ്രശ്നം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറേ ഇഷ്യൂസും സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതുവരെ നമ്മൾ വീഡിയോസൊന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആ ഒരു ലൈനുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നു എന്ന് വെച്ച് കംപ്ലീറ്റ് നമ്മൾ അതിൻ്റെ ഒപ്പം മാച്ചായി പോകണമെന്നല്ല കേട്ടോ. കാരണം കുറച്ച് ഇപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. ബോഡിയിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ ഇഫക്റ്റ് കാരണം കണ്ണിന് പ്രശ്നമുണ്ട്. എന്നാൽ പോലും നമുക്ക് കിട്ടിയ ഒരു ചാൻസ്, 10 രൂപ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുമ്പോൾ അത് വേറൊരു ഇതാണ്. വീട്ടിലിരുന്ന് വെറുതെ സമയം കളയുന്നതും നമുക്കത്ര നല്ലതല്ലാത്തതുകൊണ്ട് അതും നമുക്കൊരു എന്താ പറയുക, ഒരു വരുമാനം എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അല്ലാണ്ട് ഒരുപാട് നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനമുള്ള ഒരു ജോലിയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് പഠിക്കാം അക്കൗണ്ടിങ്, പിന്നെ നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള, ഞാൻ പോകുന്നത് ഓട്ടോയിലാണ്. അപ്പോൾ ഒരു സമയം ഓട്ടോയിൽ പോകും, ഒരു സമയം അജോട്ടം കൊണ്ടുവരും, ചില സമയങ്ങളിൽ 2 സമയത്ത് നമുക്ക് ഓട്ടോയിൽ പോകേണ്ടി വരും. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫോണിൽ ഓഫീസ് അലൗഡ് അല്ല, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോണ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ തന്നെ സമയം എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വീണ്ടും ക്ഷീണവും പ്രശ്നങ്ങളും കണ്ണിനൊക്കെ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മാക്സിമം ഞാൻ അറ്റ്ലീസ്റ്റ് കുഞ്ഞു വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീനാണ്. മാക്സിമം ഞാൻ മോർണിംഗ് ഈവനിങ് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമായിരിക്കുള്ളൂ ഇനിയൊക്കെ. പിന്നെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വ്ളോഗും കൂടെ കേട്ടോ. കുഞ്ഞു മാക്സിമം ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ അജുവേട്ടൻ ഇന്ന് ഡേ ഷിഫ്റ്റാണ്, 7 o'clock ഷിഫ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ ആൾ പോകുമ്പോഴേക്കും ലഞ്ചും എല്ലാം റെഡി ആവണം. അല്ലെങ്കിൽ ഞാൻ രാവിലെ ആദ്യക്കുട്ടിനുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എളുപ്പം തയ്യാറാക്കിയിട്ട്
പിന്നെ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പതുക്കെ നമ്മൾ തയ്യാറാക്കാറുള്ളൂ. 9 മണി വരെയൊക്കെ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് പതുക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ഇന്ന് പജോണ്ടിന് 7 o'clock ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എല്ലാം റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ മുട്ട എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2 ദിവസം അജോട്ടിന് അവധിയായിരുന്നു കേട്ടോ. സാറ്റർഡേ സൺഡേ, ഈ ആഴ്ചത്തെ വീക്ക് ഓഫ് സാറ്റർഡേ സൺഡേ ആയിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ സാറ്റർഡേയും ഈ ആഴ്ചത്തെ സൺഡേയും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മുട്ട ആൾ പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അത് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാൻ എടുത്ത് വെളിയിൽ വെച്ചു. പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ അത് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തുവിടാന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിച്ചപ്പോൾ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിരുന്ന മുട്ട എങ്ങനെ തനി അത് പുഴുങ്ങി വന്നെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ആൾ പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതെനിക്കറിയില്ലായിരുന്നു. പിന്നെ വേഗം നമ്മൾ പതറാൻ പറ്റില്ലല്ലോ, നമ്മുടെ ആവശ്യമല്ലേ. ഇപ്പം നമുക്ക് എന്തുണ്ടോ കൈ കിട്ടുന്നോ അത് വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ചെയ്യണം. അതാണല്ലോ ഒരു ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ഒരു ഹൗസ് വൈഫല്ല ഇപ്പോൾ, എന്താ പറയുക, വീട്ടമ്മ എന്ന് പറയുമ്പം ജോലിക്ക് പോയാലും വീട്ടമ്മ തന്നെയാണല്ലോ. അപ്പോൾ ഒരമ്മ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. നമ്മൾ എന്തുണ്ടോ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളത് ഒപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് സത്യം നമ്മുടെ. അപ്പം ഞാൻ സത്യം നിങ്ങൾക്ക് കുറച്ച് ശബ്ദമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ, കുറച്ച് കഫും കോൾഡൊക്കെ ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ ഞാൻ വേഗം മുട്ട എടുത്തിട്ട് വേഗം ഒന്നും അറിയാത്ത ഭാഗത്തിൽ വേഗം തൊലിയൊക്കെ കളഞ്ഞ് വേഗം അതേ പാനിൽ തന്നെ ബുൾസൈ ഉണ്ടാക്കാൻ പോയ പാനിൽ തന്നെ വേഗം വെച്ച് ഒരു സൈഡിൽ നിന്ന് ചൂടാക്കി എടുത്ത് മറ്റേ സൈഡ് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഗരം മസാല ഇട്ടിട്ടൊന്ന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അജോട്ടിനത് ഇഷ്ടമാണ്, ആദ്യക്കൂട്ടിന് ഇഷ്ടമല്ല. എനിക്ക് ചില സമയത്ത് ഇഷ്ടമാണ്, പക്ഷേ എനിക്കും ആദ്യക്കൂട്ടൊന്നും സ്കൂളിൽ നോൺ വെജ് അങ്ങനെ സ്കൂൾ ഓഫീസിലൊന്നും നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ആദ്യം ഇത് ഇഷ്ടമല്ല പൊതുവേ. അപ്പോൾ അവൻ പറഞ്ഞു അവന് വേണ്ട ഉച്ചക്കിലത്തേക്ക് എന്ന് പറഞ്ഞോണ്ട് ഞാൻ അജോട്ടിന് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അതെല്ലാം എനിക്കും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ചീത്തയായിപ്പോൾ, ഒരു ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായിപ്പോവും അങ്ങനെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പോൾ രാവിലെ എന്നിട്ട് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അജോട്ടിന് ഓഫീസിൽ രാവിലെ 7 o'clock ഉള്ള സമയങ്ങളുണ്ടല്ലോ, എപ്പോഴും ഞാൻ ചെയ്യാറുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ കോൺ റൈസ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഗ്രീൻ പീസ് റൈസ്, അല്ലെങ്കിൽ എന്താണ് ക്യാരറ്റ് റൈസ്, അങ്ങനെയുള്ള റൈസുകളാണ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. മസാല അധികം ഞാൻ ചേർക്കില്ല, പുലാവ് പോലും ഉണ്ടാക്കാറില്ല. അപ്പോൾ അങ്ങനെ ആ റൈസ് ആയിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഇച്ചിരി ഒരു ഏരിയയിലൊരു സൈഡ് ഡിഷും കൂടെ ഉണ്ടെങ്കിൽ ആൾ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മസാല ഇഷ്ടമല്ല, ആദ്യം അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ എപ്പോഴും മസാല അജോട്ടിനും അസിഡിറ്റിയുടെ പ്രശ്നമൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ മാക്സിമം മസാലകൾ ഞാൻ ഒഴിവാക്കും കേട്ടോ. എന്നും റൈസിൽ മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനത്തെ വല്ല റൈസ് ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഹെൽത്തിന് വലിയ പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മസാല, എന്തെങ്കിലും ഒരു ഫ്രൈയോ ഒരു കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ കഴിച്ചോളും. അതിനാണ് നമ്മളിന്നിപ്പം മുട്ടട ഉണ്ടാക്കിയത്. പിന്നെ രാവിലെ കഴിക്കാൻ വേറെ എന്താ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ആലോചിച്ചപ്പോഴാണ് മാവിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ വെച്ചു കുഴിപ്പനിയാരം, അല്ലെങ്കിൽ എന്താ പറയുക വേറെന്താ പറയുക നമ്മൾ കുഴിപ്പനിയാരം, അതുപോലെ തന്നെ വേറെന്തൊരു പേര് പറയൂട്ടോ അതിന്, എപ്പോഴും ഞാൻ മറന്നു പോണൊരു സംഭവമാണ്. എന്തായാലും ആവട്ടെ, അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പാലക്കാട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയും. തമിഴ്നാട്ടിൽ പറയണതാണ് ഈ പനിയാരം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ വേറെ എന്തോ പറയുന്നത് ഞാൻ മറന്നുപോയി. അപ്പോൾ പാലക്കാട്ടുകാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താ അതിനെ പറയാന്നുള്ളത്. അങ്ങനെ അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ കുറച്ച് സവാള മാത്രം മുറിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് പച്ചവട്ടം പറഞ്ഞു. അജോട്ട് പൊതുവേ ഇത് അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും ആൾ ഓക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സും വേറെ എന്തൊക്കെയോ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആൾക്ക് കഴിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തോന്നിയതുകൊണ്ടാണ് ആൾ കഴിക്കാമെന്ന് പറഞ്ഞത്. അല്ലാത്ത പക്ഷം ആൾ എത്ര നിർബന്ധിച്ചാലും തൊടാതൊരു സാധനമാണ് കേട്ടോ ഈ ഒരു സംഭവം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആൾ അങ്ങനെ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് കൊളാവുകയും ചെയ്തു കേട്ടോ. നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമ്മുടെ കുട്ടികൾ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒപ്പിച്ചിട്ട് കൊടുക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ക്യാരറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്, ക്യാരറ്റ് ചീകിയിട്ടിട്ട്, അല്ലെങ്കിൽ ബീട്രൂട്ട് നമ്മൾ അരച്ച് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതേ ശേഷി നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അജുവേട്ടന് ഇപ്പോൾ അങ്ങനെ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിക്കാറുമില്ല കേട്ടോ. ഇപ്പോൾ ആളെ അതിന് പുറകിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ അതൊന്നും റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ചായ ഉണ്ടാക്കി. അപ്പോൾ കൂടുതൽ വീഡിയോസ് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വളരെ ചുരുക്കമായിട്ടുള്ള ടൈമാണെങ്കിൽ മാത്രമേ എനിക്ക് എഡിറ്റ് ചെയ്യാനും സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അത് ചുരുക്കിയുടെ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിലായി കാണിച്ചിട്ടില്ല. വേഗം പിന്നെ അജുവേട്ടന് ചായ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
ആൾ കുടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആദ്യക്കുട്ടനും ആദ്യക്ക് പാലും എനിക്ക് ചായയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള സംഭവങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായിരുന്നു നമ്മുടെ പനിയാരം, അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുന്ന സംഭവങ്ങൾ. അങ്ങനെ അജുവേട്ടൻ റെഡിയായി വേഗം ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാൻ നേരത്തെ എനിക്ക് ഓർത്ത് കേട്ടോ, അയ്യോ അജുവേട്ടനെ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ആൾ വേഗം ഇറങ്ങുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. ആൾക്ക് അങ്ങനെ വലിയ വീഡിയോയിൽ വരുന്ന വലുതൊന്നുമില്ല. വീഡിയോ എടുത്തു തരാനും ആൾക്ക് താല്പര്യമില്ല, വീഡിയോയിൽ വരാനും താല്പര്യമില്ല. ആദ്യമാണെങ്കിലും ശരി ഭയങ്കര മടിയാണ് വീഡിയോ എടുത്തു തരാനൊക്കെ കേട്ടോ. എൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ട് ഞാനൊരു ഇതിലങ്ങനെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കത്തി വെച്ച് ഞാൻ നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാൻ പറയണു. അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റ ബൈ, സീ യു.